എത്രയും വേഗം നീതി ഉറപ്പാക്കുന്നതായും സാധാരണക്കാരന് നീതി ലഭ്യമാക്കുന്നതുമായ ഇടങ്ങളായി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ നിലകൊള്ളുക തന്നെ വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തലശ്ശേരിയിലെ കണ്ണൂർ ജില്ലാ ജുഡീഷ്യൽ ആസ്ഥാനമായി പുതിയ കോടതി സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അനന്തമായ കേസുകൾ നീണ്ടുപോകുന്നത് സാധാരണ ജനങ്ങൾക്ക് ജുഡീഷ്യറിയുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാധാരണ ജനങ്ങൾക്ക് ജുഡീഷ്യറിയുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമാകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. നിർഭാഗ്യവശാൽ ഇന്ത്യ പോലൊരു രാജ്യത്ത് 5 കോടിയോളം കേസുകളാണ് കോടതികളിൽ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കേസുകൾ തീർപ്പാക്കാനെടുക്കുന്ന കാലതാമസത്തെക്കുറിച്ച് കുറച്ചുനാൾ മുമ്പ് പരാമർശിച്ചത് നമുക്കറിയാം. പരമോന്നത നീതിപീഠത്തിന്റെ അധ്യക്ഷന്റെ വാക്കുകളെ അതീവ ഗൗരവത്തോടെ കാണാനുള്ള ഉത്തരവാദിത്തം ജനാധിപത്യ സംവിധാനങ്ങളുടെ ഭാഗമായ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ. കോടതി മാത്രം വിചാരിച്ചതുകൊണ്ട് കേസുകൾ വേഗത്തിൽ തീർപ്പാക്കണമെന്നില്ല. അതിനു പിന്നിൽ പല ഘടകങ്ങളുണ്ട്. വാദിയുടെയും പ്രതിയുടെയും വക്കീൽമാർ തുടർച്ചയായി കേസ് മാറ്റിവെക്കാൻ ആവശ്യപ്പെടുന്നതും വേഗത കുറവിന്റെ പ്രധാന കാരണമാണ്. ന്യായാധിപന്മാരുടെ കുറവ് മറ്റൊരു കാരണമാണ്. ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഈ കാലത്ത് സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തി കേസുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. 200-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള ജുഡീഷ്യൽ സംവിധാനമാണ് തലശ്ശേരിയിലേത്. കൊങ്കൺ മേഖല മുതൽ മലബാർ ആകെയുള്ള പ്രദേശത്തിന്റെ ജുഡീഷ്യറി ആസ്ഥാനമായിരുന്നു തലശ്ശേരി. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന തലശ്ശേരിക്ക് അതിന്റെ പ്രൗഢിക്ക് കെട്ടിട സമുച്ചയം നിർമ്മിക്കുക എന്നത് ഇവിടുത്തെ നാട്ടുകാരുടെയും അഭിഭാഷകരുടെയും മറ്റും ആവശ്യമായിരുന്നു. തലശ്ശേരി കോർട്ട് സെന്ററിൽ 14 കോടതികളാണ് പ്രവർത്തിച്ചു വരുന്നത്. അവയിൽ പലതും സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടുന്നവയാണ്. അതുകൊണ്ട് തന്നെ സൗകര്യങ്ങളുള്ള കോടതികൾ ഉണ്ടാവുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ കെട്ടിട സമുച്ചയം നിർമ്മിക്കാൻ സർക്കാർ തയ്യാറായത്. കിഫ്ബി ഫണ്ട് വഴി 57 കോടി രൂപ ചെലവിലാണ് ഈ ബഹുനില മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്. തലശ്ശേരിയുടെ പൈതൃകത്തിനൊത്ത വിധം നിർമ്മിച്ചിട്ടുള്ള ഈ മന്ദിരം കേവലമായ ഒരു കെട്ടിട സമുച്ചയം മാത്രമല്ല, പുതിയ കാലത്തിനനുസൃതമായി കോടതി നടപടികൾ വേഗത്തിലാക്കുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ സൗകര്യങ്ങൾ ജുഡീഷ്യറിയുടെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യ പോലുള്ള രാജ്യത്ത് 5 കോടിയോളം കേസുകളാണ് കോടതിയിൽ തീർപ്പാക്കാതെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ കേസുകൾ തീർപ്പാക്കാനെടുക്കുന്ന കാലതാമസത്തെ കുറിച്ച് കുറച്ചുനാൾ മുൻപ് പരാമർശിച്ചത് നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ്. പരമോന്നത നീതിപീഠത്തിന്റെ അധ്യക്ഷന്റെ വാക്കുകളെ അതീവ ഗൗരവത്തോടെ കാണാനുള്ള ഉത്തരവാദിത്വം ജനാധിപത്യ സംവിധാനങ്ങളുടെ ഭാഗമായ നമുക്ക് ഓരോരുത്തർക്കും മുൻപിൽ മാത്രമാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിക്കാൻ. ജനാധിപത്യ വ്യവസ്ഥയിൽ എക്സിക്യൂട്ടീവിനെയും ലെജിസ്ലേച്ചറിനെയും പോലെ ജുഡീഷ്യറിക്കും വലിയ പ്രാധാന്യമാണ്. ചെക്സ് ആൻഡ് ബാലൻസസ് ഉറപ്പുവരുത്തുന്നത് വലിയ പങ്കുവഹിക്കുന്നത് ജുഡീഷ്യറിയാണ്. ആ ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു അനിവാര്യമായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കാൻ നമുക്കാവും. ഏതായാലും സംസ്ഥാന സർക്കാർ അത്തരമൊരു കാഴ്ചപ്പാടോടെയാണ് പ്രവർത്തിച്ചു വരുന്നത്. കഴിഞ്ഞ 8.5 വർഷത്തിനുള്ളിൽ 150 കോടതികളാണ് കേരളത്തിൽ സ്ഥാപിച്ചത്. രാജ്യത്ത് ആദ്യമായി 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന പേപ്പർ ഡിജിറ്റൽ കോടതി കൊല്ലത്ത് ആരംഭിച്ചു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ കോടതി നയത്തിന്റെ ഭാഗമായാണ് ആ മുൻസഭയെ കോടതി സ്ഥാപിച്ചത്. കക്ഷിയും വക്കീലും കോടതി അധികാരികൾ തന്നെ നമ്മുടെ കേസുകൾ തീർപ്പാക്കാൻ കോടതികൾ സ്ഥാപിക്കുക മാത്രമല്ല